ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. പൊന്മുടിയെ പോലെ തന്നെ പശ്ചിമഘട്ടത്തിന്റെ മനോഹാരിത നിറഞ്ഞ കോടമഞ്ഞും കാടും പുൽമേടുകളും സംഗമിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് ബോണക്കാട്. ബോണക്കാട് എന്ന പേരിന് പിന്നിൽ ചരിത്രപരമായിട്ടുള്ള രണ്ട് കാരണങ്ങളാണ് പറയപ്പെടുന്നത്. ഫ്രഞ്ച് ഭാഷയിൽ ബോൺ അക്കോർഡ് എന്ന് പറഞ്ഞാൽ നല്ല ഉടമ്പടി എന്നാണ് അർത്ഥം വരുന്നത്. പണ്ട് ഇവിടുത്തെ തോട്ടം മേഖലയായിട്ട് ബന്ധപ്പെട്ട് നടന്ന ചില കരാറുകളിൽ നിന്നോ അല്ലെങ്കിൽ ഉടമ്പടികളിൽ നിന്നോ ആയിരിക്കാം ഈ ഒരു പേര് ലഭിച്ചതെന്ന് കരുതപ്പെടുന്നു. മറ്റൊരു വാദം പോർച്ചുഗീസ് പദങ്ങളായിട്ടുള്ള ബോണ, കോഡ് എന്നീ പദങ്ങൾ ചേർന്നിട്ടാണ് ബോണക്കാട് എന്നുള്ള പേര് ലഭിച്ചതെന്നാണ്. ഇതിൽ ബോണ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ് ഭാഷയിൽ നല്ലത് എന്നാണ് അർത്ഥം. കോഡ് എന്ന് പറഞ്ഞാൽ വാല് അല്ലെങ്കിൽ അറ്റം എന്നാണ് അർത്ഥം വരുന്നത്. നല്ല പ്രകൃതി ഭംഗിയുള്ള ഈ ഒരു സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ കാരണമാവാം ഇത്തരമൊരു പേര് വന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ബോണക്കാട് ഒരു പ്രധാനപ്പെട്ട തേയിലത്തോട്ടമായിട്ട് മാറിയത്. ഇവിടുത്തെ പഴയ ബംഗ്ലാവുകളും തേയിലത്തോട്ടങ്ങളും ഇന്നും ആ കാലഘട്ടത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അഗസ്ത്യാർകൂടം ട്രെക്കിങ്ങിന്റെ ബേസ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് ബോണക്കാടാണ്. ബോണക്കാട് ബംഗ്ലാവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം നിഗൂഢമായ കഥകൾ പ്രചാരത്തിലുണ്ട്. ഏതായാലും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഫോളോ ചെയ്യാൻ മറക്കണ്ട. അഡിയോസ് അമീഗോസ്.